നമുക്കിപ്പോൾ സാധാരണ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ആയുർപാതുക വാങ്ങാൻ കിട്ടില്ല. അപ്പം നമ്മൾ എവിടെയൊക്കെ ചെന്നാണ് ഈ ഒരു ചെരുപ്പ് വാങ്ങാൻ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സാർ മാർഗങ്ങൾ? അല്ല, ആയുർപാതുക നമ്മൾ ഓൺലൈനിലായിട്ട് അവൈലബിൾ ആണ്. നമ്മുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വളരെ പെട്ടെന്ന് ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളിത് വാങ്ങണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്താൽ മതി. അല്ലേ, വാട്സപ്പ് ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പോഴും ആമസോണിലും സജീവമായിട്ട് നമുക്കിത് വാങ്ങാൻ പറ്റുമോ? ആമസോണിലും ഉണ്ടല്ലോ. സാറിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പ്രൊഫഷനാണ്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ബിസിനസ്സിലേക്ക് വരുന്നു. അതും ഇത്തരത്തിൽ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി ഒരു ബിസിനസ് ചെയ്യുന്നു. എന്തായിരുന്നു ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ? ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ വീട് അവർ ഒരു പഴയ തറവാടാണ്. അവർക്ക് വേണ്ടുന്ന ആയുർവേദ മരുന്നുകൾ അന്നത്തെ കാലത്ത്, വളരെ പഴയ കാലമാണ് ഞാൻ ഈ പറയുന്നത്, അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനമായിരുന്നു അവർക്കുണ്ടായിരുന്നു. അതിന് വേണ്ടുന്ന ആയുർവേദ ഔഷധങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഏതെല്ലാം രോഗങ്ങൾക്ക് ഏതെല്ലാം മരുന്നുകൾ എങ്ങനെ രീതിയിൽ, ഏത് ഇക്വേഷനിൽ എങ്ങനെ ഔഷധക്കൂട്ട് തയ്യാറാക്കണമെന്നുള്ളതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു താളിയോല ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഇതെടുത്തപ്പോഴേ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവരെ കാലിൽ പുരട്ടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഒരു മിക്സ്ചർ. പക്ഷേ ഇപ്പോഴത്തെ ആളുകൾ ഇതൊന്നും അരച്ച് കാലിൽ പുരട്ടുക, നമ്മുടെ ടൈൽസ് മോശമാകും, ഓഫീസിൽ ഇതൊന്നും അങ്ങനെ പുരട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ അന്നത്തെ കാലത്ത് പറ്റുമായിരുന്നു. അപ്പോൾ അതിനെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഇതിനെ ഒരു പാദരക്ഷയുടെ മോഡലിലേക്ക് ആക്കാൻ ഒക്കുമോ, അതൊരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ട്രിവാൻഡ്രം ആയുർവേദ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ ബാബു വിജയനാഥ് സാർ ഒരുപാട് സഹായിച്ചു.